ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഐ ആം സ്റ്റഡിയിങ് നൗ, ഷീ ഈസ് ലിസണിങ് അറ്റ് ദിസ് മൊമെൻറ്റ്, ദേ ആർ പ്ലേയിങ് അറ്റ് ദിസ് ടൈം. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പ്രസൻറ്റിൽ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഹാബിച്വൽ ആക്ഷൻസ്, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഐ ആം സ്റ്റഡിയിങ് നൗ, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ലിസണിങ് അറ്റ് ദിസ് മൊമെൻറ്റ്, അവൾ ഇപ്പോൾ എന്താണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ പ്ലേയിങ് അറ്റ് ദിസ് ടൈം, അവരിപ്പോൾ കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ ഒരു അർത്ഥത്തിലുള്ള സംഭവങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ സബ്ജക്റ്റ് ഐ ആണ് എന്നുണ്ടെങ്കിൽ ഐൻ്റെ കൂടെ നമ്മൾ ആം ആണ് കൊടുക്കുക. അതുപോലെ തന്നെ ഷീയോ അല്ലെങ്കിൽ ഹീയോ ഇറ്റോ അതുപോലെയൊക്കെയുള്ള സിംഗുലർ ആയിട്ടുള്ള ഷീ അല്ലെങ്കിൽ ഹീ അതല്ലെങ്കിൽ ഇറ്റ്, ഇതുപോലെയുള്ള സിംഗുലർ ആയിട്ടുള്ള നൗണുകൾ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, പ്രൊനൗണുകൾ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈസ് കൊടുക്കുക. ഇനി അതുമല്ല പ്ലൂരൽ ആയിട്ടുള്ള ഐ ഒഴിച്ചിട്ടുള്ള ബാക്കി വരുന്നത്, ഐൻ്റെ കൂടെ ആം വരുന്നു, വി അല്ലെങ്കിൽ യു, വി അല്ലെങ്കിൽ യു, അതല്ലെങ്കിൽ ദേ, ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ആറും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ദേ ആർ പ്ലേയിങ്, ദേ ഒരു പ്ലൂരലാണ്, ദേൻ്റെ കൂടെ നമ്മളെപ്പോഴും ആറ് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങളിലേക്ക് കിടക്കാം. ഉപയോഗം എന്ന് പറയുമ്പോൾ ടു ഇൻഡിക്കേറ്റ് ദ ആക്ഷൻസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം വൈൽ വി ആർ ടോക്കിംഗ്, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സീനു ആൻഡ് സീത ഡാഷ് നൗ. അപ്പോൾ ഈ നൗ എന്ന് പറയുന്ന വേർഡാണ് നമ്മുടെ ടൈം ഇൻഡിക്കേറ്റർ ആയിട്ട് ഇവിടെ ഉള്ളത്. കുറേ ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഇതിന്. ഒന്നാമത്തത് നൗ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അറ്റ് ദിസ് മൊമെൻറ്റ് എന്ന് പറയുന്നത്, അറ്റ് ദിസ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ടൈം, ഈ ഒരു നിമിഷം എന്നൊക്കെ കാണിക്കുന്ന വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇനി രണ്ടാമത്തെ ഉപയോഗത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് പ്രസൻറ്റ് ടെൻസ് പ്രസൻറ്റുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരിക്കലും അങ്ങനെയല്ല. പ്രസൻറ്റ് ടെൻസ് നമുക്ക് ഫ്യൂച്ചറുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കാം. നോക്കൂ, പ്ലാൻഡ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ, പക്ഷേ അത് നമ്മൾ നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ടുള്ളതായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കൂ. ജോൺ ഡാഷ് ടു മുംബൈ ടുമോറോ. ജോൺ എന്ന് പറയുന്ന വ്യക്തി, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്, നാളെ മുംബൈയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു, അതിനുള്ളൊരു പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് അതൊരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന സംഭവമാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. പക്ഷേ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, ജോൺ ഈസ് ട്രാവലിംഗ് ടു മുംബൈ ടുമോറോ. ഓക്കെ. സ്റ്റാറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു അവസ്ഥയെ കാണിക്കുന്ന രീതിയിലുള്ളത്. ആ ഒരു പ്രസൻറ്റിൽ ഒരിക്കലും നമുക്കത് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള വർബുകളായിരിക്കും. പ്രധാനമായിട്ട് നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഫീലിങ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലവ് എന്ന് പറയുന്നത്, ഐ ആം ലവിങ് ഹർ. നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു വേർഡ് സെൻറ്റൻസ് കേട്ടിട്ടുണ്ടോ? ലോകത്ത് ഏതെങ്കിലും ഒരു കാമുകിയോട് ഐ ആം ലവിങ് ഹർ എന്ന് പറയുന്നത് നമ്മൾ എവിടെയും ഇതുവരെ കേട്ടിട്ടില്ല. കാരണം ലവ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റീവ് വെർബാണ്. അതിനൊരിക്കലും ING ഫോമിൽ മെയിൻ വെർബായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പാടേ ഇല്ല. അതൊരു ഇമോഷനാണ്, അതൊരു ഫീലിംഗ് ആണത്. ഓക്കെ, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതൊക്കെ സ്റ്റാറ്റീവ് വെർബുകളായിരിക്കും. അതൊന്നും മെയിൻ വെർബായിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലോ ഇനിയിപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഏത് തരത്തിലുള്ള കണ്ടിന്യൂസ് ടെൻസിലും ING ഫോമിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ? ടു ചേഞ്ച് the tense before, തൊട്ട് മുമ്പുള്ള ടെൻസിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള ടെൻസ് ഏതാണ്? സിമ്പിൾ പ്രസൻറ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് തൊട്ട് മുമ്പുള്ള സിമ്പിൾ പ്രസൻറ്റിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെ വരും? ഐ എന്നുള്ളത് ഓക്കെ, അതിന് മാറ്റമൊന്നുമില്ല.
ഐ ആം ലവിങ് എന്നുള്ളത് എന്താക്കി മാറ്റുക, ലവ് എന്നാക്കി മാറ്റുക. ഓക്കെ, ബാക്കി പിന്നെ ഹർ, അതിന് മാറ്റമൊന്നുമില്ല. നോക്കൂ, ഇനി ഏതാണ് പ്രധാനപ്പെട്ട സ്റ്റാറ്റീവ് വെർബുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട്, 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഒന്നാമത്തത് ലുക്ക് എന്ന് പറയുന്നത്. ഐ ആം ലുക്കിംഗ് എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല, ഐ ലുക്ക് എന്നേ പറയാൻ പാടുള്ളൂ. സീ, ഐ ആം സീയിങ് എന്ന് പറയാൻ പാടില്ല. ഐ ആം ഹിയറിങ് എന്ന് പറയാൻ പാടില്ല, ഐ ഹിയർ എന്നേ പറയാൻ പാടുള്ളൂ. ടേസ്റ്റ്, സെൻസ്, സീം. ഓക്കെ, അതുപോലെ തന്നെ ഇമോഷൻസ്, ലവ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ലൈക്കിംഗ് എന്നൊന്നും പറയാൻ പാടില്ല, ഐ ആം ലൈക്കിംഗ്. ഹേറ്റിംഗ് എന്ന് പറയാൻ പാടില്ല. ഫോർഗെറ്റ്, റിമെമ്പർ, ഡൗട്ട്, ഫീൽ, ബിലീവ്, എഗ്രി, ഡിസഗ്രി, എൻജോയ്, നീഡ്, തിങ്ക്, റെക്കഗ്നൈസ്, പ്രിഫർ, അണ്ടർസ്റ്റാൻഡ്, സസ്പെക്റ്റ്, അപ്പിയർ. ഇങ്ങനെയുള്ള ഈ വെർബുകളെല്ലാം നമ്മുടെ സെൻസുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, നമ്മുടെ ഫീലിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, നമ്മുടെ ഇമോഷനായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ബ്രെയിനായിട്ട് നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഇതിൽ പറഞ്ഞ എല്ലാ സംഭവങ്ങളും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഒരിക്കലും നമ്മളതിനെ ING ഫോമിൽ മെയിൻ വെർബായിട്ട് ഒരു കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള ടെൻസ് ഏതാണോ നോക്കുക. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് സിമ്പിൾ പാസ്റ്റ്. അങ്ങനെ മാറ്റി എഴുതിക്കൊള്ളണം. വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഡാഷ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഈ വി കനോട്ട് എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമല്ലേ, അപ്പോൾ അവിടെ ഒരിക്കലും എന്താണ് നമുക്ക് പ്രസൻറ്റുള്ള എന്തെങ്കിലും ഒന്നും എഴുതാൻ വേണ്ടി പറ്റില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേർഡ് വി കനോട്ട് ഗോ ഔട്ട് നൗ എന്നുള്ള ആ ഒരു വേർഡ്. നൗ എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമിംഗ് വേർഡാണ്. നൗ ബിക്കോസ് ഇറ്റ് ഡാഷ്. അപ്പോൾ ഇപ്പോൾ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, നൗ എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് റെയിനിങ്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ക്യാൻ മീറ്റ് യു ടുമോറോ ആഫ്റ്റർനൂൺ. ഇവിടെ നോക്കൂ, ഫ്യൂച്ചറിലുള്ള ഒരു സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ അവിടെ നോക്കൂ, നൗ എന്നുള്ളൊരു ടൈമിംഗ് വേർഡ് തന്നിട്ടുണ്ട്. ഐ ഡാഷ് നൗ. ഇപ്പോൾ ഞാൻ എന്താണ്, ഇതാണ് നമ്മളെ ടൈമിംഗ് വേർഡ് എന്ന് പറയുന്നത്. ഐ ആം പ്ലേയിങ് ടെന്നീസ് നൗ. ഓക്കെ, ഇപ്പോൾ പ്രധാനമായിട്ടും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റിയിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ബൈ.